നമസ്കാരം. പേടിയോടെ അല്ലാതെ സ്വർണം വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ദിനംപ്രതി ഉയരുന്ന വില തന്നെയാണ് കാരണം. നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇതിന്റെ വിലക്കയറ്റം വരുന്നത്. സ്വർണം ആഭരണം, അലങ്കാരം എന്നതിനേക്കാൾ ഉപരി എല്ലാവരും സുരക്ഷിതമായ നിക്ഷേപ മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ സാഗൂതം നിരീക്ഷിക്കുന്നവരാണ് മലയാളികൾ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുകയാണ്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു. കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർ പേടിയോടെയാണ് ജ്വല്ലറികളിലേക്ക് പോകുന്നത്. കാരണം പണിക്കൂലിയും മറ്റുമായി വരുമ്പോൾ വലിയൊരു സംഖ്യയാണ് സ്വർണ്ണവിലയിൽ മാത്രമായിട്ട് കല്യാണ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാൻ വരുന്നത്. എന്തായാലും ഇന്ന് സ്വർണ്ണവില എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭാവിയിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ഇന്ന്, അതായത് ഫെബ്രുവരി മാസം 28 ഒരു ഗ്രാം സ്വർണത്തിന് 60 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ 7950 രൂപയാണ് കൊടുക്കേണ്ടത്. ഫെബ്രുവരി 18 ശേഷം ആദ്യമായാണ് ഒരു തരി പൊന്നിന് 8000 രൂപയിൽ താഴേക്ക് വില വീഴുന്നത്. ഒരു പവൻ സ്വർണത്തിന് 480 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ ദിവസം 64,080 രൂപയ്ക്ക് വിറ്റിരുന്ന സ്വർണം 28 ആയപ്പോൾ 63,600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഫെബ്രുവരി 25 64,600 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണ വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം തുടർച്ചയായ 3 ദിവസം സ്വർണ്ണവില താഴേക്ക് വീഴുകയായിരുന്നു. വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വിലയിലെ ഇപ്പോഴത്തെ ഇടിവ് സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ഇപ്പോൾ ജ്വല്ലറികളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ്. ഈ ഒരു അവസരം പാഴാക്കരുത് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട്. സ്വർണ്ണവില പെട്ടെന്നായിരിക്കും സ്വഭാവം മാറുന്നത്. ഇന്ന് ഇത്തരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വലിയൊരു കൂടലിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് തന്നെയാണ് ജ്വല്ലറികളിലേക്ക് ഇപ്പോൾ ആളെ എത്തിക്കുന്നത്. സ്വർണ്ണവിലയെ നിരവധി ഘടകങ്ങളാണ് സത്യം പറഞ്ഞാൽ സ്വാധീനിക്കുന്നത്. ഡോളറിനെതിരായ രൂപയുടെ മൂല്യം, ഇന്ധനവില, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, US ഫെഡ് ബാങ്കിലെ പലിശ നിരക്ക് തുടങ്ങി കാലാവസ്ഥ വരെ സ്വർണ്ണവിലയെ സാരമായി ബാധിക്കുമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായൊരു പ്രവചനം അസാധ്യം തന്നെയാണ്. ഇന്ന് എന്താണ് എന്ന് ആലോചിച്ച് പോകുന്നതായിരിക്കും നല്ലത്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷമാണ് സ്വർണ്ണവില ക്രമാതീതമായി ഇത്തരത്തിൽ വർദ്ധിച്ചത്. 2024 സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 24 കുതിപ്പിനേക്കാൾ വേഗത്തിലാണ് സ്വർണ്ണവിലയുടെ ഈ വർഷത്തെ കുതിപ്പ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തന്നെ നിരവധി തവണയാണ് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ ഈ ആഴ്ചയിൽ സ്വർണം താഴേക്ക് വീഴുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് വലിയ രീതിയിൽ ആശ്വാസകരമാവുന്നത്. ഈ ഒരു ട്രെൻഡിനനുസരിച്ച് പോയാൽ സ്വർണ്ണവില 50,000 എത്താൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്ത് സ്വർണ്ണവില കൂടാൻ പാടില്ല. ഇതേ രീതിയിൽ ഈ ഒരു ട്രെൻഡിലൂടെ പോവുകയാണെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ സ്വർണ്ണവില നല്ല രീതിയിൽ കുറയുമെന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. ട്രംപിന്റെ താരിഫ് നയത്തിലെ മാറ്റം ആഗോള സ്വർണ്ണ വിപണിയെ കാര്യമായി സ്വാധീനിച്ചിരുന്നു. ഇതോടെയാണ് റെക്കോർഡ് നിരക്കിലേക്ക് സ്വർണം എത്തിയത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ചാഞ്ചാട്ടം തന്നെയായിരിക്കും കാണിക്കുകയെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത്. അതിനാൽ തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരിയ വിലയിടിവാണെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ ജ്വല്ലറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത് വലിയ രീതിയിൽ നിന്ന് പോക്കറ്റ് കീറുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം.